ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി റൈസ് എപ്പിസോഡിൽ രണ്ടാമത്തെ എപ്പിസോഡാണ്. റൈസിൽ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് ചെറിയ എപ്പിസോഡല്ല, ഇത്തിരി വലിയ എപ്പിസോഡാണ്. ഞാൻ നല്ല വലിയ വീട് തന്നെ ഉണ്ടാക്കാൻ പോകണം. വൈ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം വുഡാണ്. അപ്പോൾ വുഡിനായിട്ട് നല്ല പണിയായിരിക്കും. അപ്പോൾ കയ്യിൽ 3 ആക്സ് ഉണ്ടാക്കി. ഞാൻ എന്തായാലും മരം വെട്ടി ഇറങ്ങട്ടെ. ഞാൻ ഇപ്പം മരം വെട്ടിയിട്ട് വരാം. ഗൈസ്, ദേ ഒരു പട്ടി. എൻ്റെ എല്ലുണ്ടോ? എല്ലുണ്ട്. ആദ്യത്തെ തന്നെ ഇതായി, നല്ല കുട്ടി. എൻ്റെ കയ്യിൽ ശരി നീല പൂവും കൂടി ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ സെറ്റാക്കാം. ഓക്കെ, എൻ്റെ ഇവനപ്പം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിക്കോളൂ. എൻ്റെ കയ്യിലുള്ള റൊട്ടൻ ഫ്രഷൊക്കെ ആവശ്യം കഴിയുമ്പോൾ ഇവനെ വെച്ചേക്കാം. അതുകൊണ്ട് വേറെ യൂസൊന്നുമില്ല. അപ്പം അത് റോട്ടൻ ഫ്രഷൊക്കെ ഇവനോടക്കാം. ഇവനൊരു പേരും വേണം. ഓടിപ്പോരുത്, ഇങ്ങോട്ട് നോക്ക്. നിൻ്റെ പേരാണ് ഇഗ്രീസ്. ഓക്കെ ഓക്കെ, കേട്ടല്ലോ? കേട്ടോന്ന് നീ? ഓക്കെ, നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. നമ്മുടെ ഐറ്റംസൊക്കെ അവിടെയാണ്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇവിടെയൊക്കെ മണ്ണൊക്കെ മാറ്റി ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്തിട്ട് വരാം. പൊട്ടിച്ചു. ഇനി നമുക്ക് കുറച്ച് ലാൻഡും കൂടി ഇവിടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഗ്രാസ് വെച്ച് കുറച്ച് അതും കൂടി ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ അവിടെ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഗ്രീസ് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് സാൻഡ് കളക്ട് ചെയ്യണം ഗ്ലാസ്സിനായിട്ട്. അപ്പോൾ കളക്ട് ചെയ്തിട്ട് വരാം. ഇനി ഇതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അപ്പോൾ സ്മെൽറ്റ് ആയി കഴിഞ്ഞിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവർ പോട്ടും കൂടി ഒപ്പിക്കണം. അതിന് നമുക്ക് ക്ലേ വേണം. അപ്പോൾ അതെടുത്തിട്ട് വരാം. ക്ലേ അല്ല, ബ്രിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പതിയെ വീട് പണിത് തുടങ്ങാം. ഞാൻ വീട് പണിയാണെങ്കിൽ ഞങ്ങളെ ഇവിടെയെങ്കിലും കുറച്ച് ചെയ്യാനുണ്ട്. നമുക്ക് വലുതാക്കാനുണ്ട്. നമുക്ക് സ്ഥലമില്ലെങ്കിൽ ചെയ്യേണ്ടി വരും. നമുക്ക് 19 ബ്ലോക്ക് വീതി എങ്ങാണ്ട് വേണം, അങ്ങനെ എന്ന് തോന്നണം. ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള ഒന്നാമത്തെ കാരണം എനിക്ക് ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടും, എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാരണം ഞാനിവിടെ ഒരു വിഡ്ജറ്റ് അങ്ങനെ എന്താ പറയുന്ന സാധനമല്ലേ, അതിവിടെ ഇട്ടിട്ട് ഞാൻ യൂട്യൂബ് ഒക്കെയാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ അത് വീഡിയോ എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണിച്ചുകൊണ്ടിരിക്കാം, മൊത്തത്തിൽ കാണിക്കല്ല. പിന്നെ ഇത് എൻ്റെ ഡിസൈൻ ഒരിക്കലും അല്ല, ഞാൻ കാണാണ്ട് ഉണ്ടാക്കാൻ നോക്കി അത് നടക്കാൻ പോലുള്ള. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒക്കെ തന്നെയാണ് ചെയ്യണുള്ളൂ. ഇതിൻ്റെ മുമ്പ് നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാണ്ട് അതിൽ 7 ഒരു ബക്കറ്റ് വേണം. അതുക്കും മുമ്പേ വേറെ കാര്യം ചെയ്യാണ്ട്. ഗ്രീസേമോനെങ്ങ ഓക്കെ, ഷാഡോൻ്റെ ആളാന്ന് ഇപ്പോൾ മനസ്സിലായി, മൊണാർക്കിൻ്റെ ആളാന്ന് ഇപ്പോൾ മനസ്സിലായി. ഇവിടെയൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ ബിൽഡൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, അപ്പം നമുക്ക് വെള്ളം ഒഴിക്കണം. ഇല്ല, എന്നിട്ട് ഈ ചുറ്റും ഇല്ലാണ്ടാക്കി കളയാം. നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് കളഞ്ഞിട്ട് കാണാം. നമ്മൾ ഇതിക്കടെ ഫ്ലാറ്റാക്കി ഇതിക്കടെ ഇവന്മാർ സ്പോണാവണമായിരുന്നു, പ്രശ്നമുള്ളൂ. അങ്ങനെ ബാക്കി കാര്യങ്ങളൊന്നും ഒഴിച്ചില്ല. അപ്പോൾ നമുക്ക് പണിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വീട് പണിത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്ത്, നമുക്ക് ലീഫ് ബ്ലോക്ക് വേണം, അതില്ലാണ്ട് നടക്കില്ല. ലീഫ് ബ്ലോക്കും വേണം, നമുക്ക് ഫെൻസും വേണം. വുഡ് തികയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇനി 2 സ്റ്റഗും കൂടി ഉള്ളൂ. വുഡ് തികയുമെന്ന് തോന്നല്ല. അടിയിലത്തെ നില തികയായിരിക്കും, മുകളിലത്തെ നില ഇറങ്ങികൂടാ.
നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളത് വെച്ചു. അത് എന്തിനാ വെക്കണേന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോയിൽ വെക്കണുണ്ടു, അതുകൊണ്ട് തന്നെ ഞാനും വെച്ചു എന്നുള്ളൂ. നമുക്ക് ഫ്രണ്ടിലോട്ട് കുറച്ചൊരു സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ആദ്യം ഞാൻ ഇത്രയും ഭാഗത്തിൻ്റെ പണി തീർക്കട്ടെ. നമുക്കിനി കുറച്ച് സ്റ്റോൺ ബ്രിക്കും കൂടി വേണം. അതിൻ്റെ പേര് അങ്ങനെയാണല്ലേ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമുക്കപ്പോൾ കുറച്ച് സ്റ്റോണും വെക്കേണ്ടി വരുമല്ലോ ഇതിന്. ഇത്ര സ്റ്റോൺ തികഞ്ഞാൽ മതിയായിരുന്നു. വുഡ് തികയുമെന്നാണ് എൻ്റെ പേടി. ഞാൻ കുറച്ചുകൂടെ സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് വരാം. ഞാനിവിടെ വീണു കിടന്നുകൊണ്ടിരുന്നപ്പോൾ അതേ ഒരുത്തം വന്നു ഇവിടെ. അവൻ്റെ ഞാൻ ഓടിപ്പോണ്ടേ ട്രേഡ് നോക്കിയപ്പോൾ അതെ നെയിം ടാഗ് ഒരു എമറാൾഡിന്. ഇത് മൈൻക്രാഫ്റ്റ് തന്നെയേ. നമ്മുടെ അതിനുള്ള എമറാൾഡ് നമുക്ക് തപ്പിപ്പോണ്ട. നമ്മുടെ ഒരു വാട്ടർ ബക്കറ്റോടെ ഒപ്പിക്കാം. 2 നെയിം ടാഗ് മേടിച്ചിട്ടുണ്ട്. ഇവനിങ്ങ് ഡീസ്പോൺ ആവില്ല, നമ്മൾ ട്രൈഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ. ഇവൻ്റെ കൂടെയുള്ള ഈ സാധനത്തിനൊക്കെ കൊന്നേക്കാം. എന്നിട്ട് അവിടെ കിടന്നോന്നു. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇവൻ്റെ അടുത്ത് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ 4 ബ്ലോക്ക് ഇല്ലേ? ഓക്കെ, നമുക്കിവിടെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. കൺഫേം ആയി. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇനി അത് ഫുള്ള് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാനുള്ള ആദ്യത്തെ നില ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാട്ടാം. ഞാൻ ഇവിടെ കൊന്നൊരു ഡ്രൗണിനെ കൊന്നു. ഫുൾ ഡ്യൂറബിലിറ്റി അയൺ സോഡ്, അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉള്ള ഇതൊക്കെ കിട്ടി. ഇത് മൈൻക്രാഫ്റ്റ് തന്നെ. എല്ലാം നോർമലി നടക്കണ പോലെ അല്ലല്ലോ നടക്കണമെന്നും. ഞാൻ ഗെയിം മാറിക്കേറിയോ? ഇതിനകത്ത് കൗനൊക്കെ ഒന്ന് നെതറൈറ്റ് ആർമർ കിട്ടണ അവസ്ഥയായി. ഓക്കെ, നമ്മുടെ സ്മെൽറ്റിംഗ് ഏരിയ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി പണിയിലോട്ട് എടുക്കണം. നല്ലയുടെ പരിപാടി കംപ്ലീറ്റ് ചെയ്തു. ഇത് സത്യമായി ഒന്നുമല്ല, ഞാനിവിടെ 2 ക്യാമ്പ് ഫയറൊക്കെ കൊണ്ടുവച്ചു. എൻ്റെ വുഡൊക്കെ തീർന്നു. അങ്ങനെയാണ്, ഒറ്റയടിക്ക് തീർന്നു. ഇതിൻ്റെ അകത്തേക്കൊക്കെ ഞാൻ കുറേ ചെയ്യാനുണ്ട്. ഇതൊന്നും ഇപ്പം ചെയ്താൽ ശരിയാവില്ല. ഇത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 2ാമത്തെ നിലയും കൂടിയും പണി കംപ്ലീറ്റ് ചെയ്യണം. എന്നാലേ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. എന്തായാലും ഏകദേശം പണി കംപ്ലീറ്റ് ആയി എന്ന് തന്നെ അറിയാം. നമ്മുടെ ഗ്രീസ് ഇങ്ങോട്ട് നോക്കിയിരി. ഗ്രീസ് വീട് പണിയും കണ്ട് അങ്ങോട്ട് ഇരുന്നോളും. സത്യം പറഞ്ഞാൽ ഈ സാധനം സ്മോക്കറിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. സ്മോക്കർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് അതിലും നല്ലത് ഈ ക്യാമ്പ് ഫയറാണ്. പിന്നെ ചുമ്മാ ഇരിക്കട്ടെ, ഡിസൈൻ ഒറ്റയടിക്ക് കുക്കായിക്കോളും. അത് ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ അതിനേക്കാളും പെട്ടെന്ന് ക്യാമ്പ് ഫയറിൽ കുക്കാവുകയും ചെയ്യും. ഫ്യൂവലും വേണ്ട. അത് കിട്ടുകളാ. ഇനി എനിക്ക് മുകളിലത്തെ നിലയുടെ പണിയും കൂടി തീർക്കാണ്ട്.
അതാണ് നമ്മുടെ ശരിക്കുള്ള വീട്. താഴെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പണിയെടുക്കുന്ന സ്ഥലം, അല്ല ഐറ്റംസ് ഒക്കെ സെറ്റാക്കുന്ന സ്ഥലം പോലെയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി നോക്കി, വാണ്ടറിങ് ട്രേഡർ നമ്മുടെ ട്രൈഡ് ഒരു വട്ടം അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ റീസ്റ്റോക്ക് ചെയ്യില്ല. അത് ഞാൻ റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ഓർത്താണ് ഇരുന്നത്. അത് ലോക്കായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മേടിക്കാനുള്ള നെയിം ടാഗ് മേടിച്ചിട്ട് ഞാൻ ഇവനെ കൊന്നോളാം, അല്ലാണ്ട് ശരിയാവില്ല. ഓക്കെ, ഇനി നമ്മുടെ യഥാർത്ഥ വീട് ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കാം. ഞാനിവിടെ മരം വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതേ നല്ല വലിയ കേവ്, ഇതിനകത്തോട്ടൊക്കെ ചാടിയാൽ തൊലങ്ങിയതാ. താഴോട്ടുണ്ട് അത്. കണ്ടത് താഴോട്ടേക്ക് ഉണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചെടുക്കാം, നമുക്ക് ആവശ്യം വരും. ഇവിടെ ഒരുത്തൻ ഫുള്ള് ചൂണ്ടയായിട്ട് നിൽക്കണ്ട്. അങ്ങനെ നോക്കിക്കോ, ഫുൾ ഡ്യൂറബിലിറ്റി ആയിരിക്കും. എനിക്ക് ഉറപ്പാ ഇത് മൈൻക്രാഫ്റ്റ് അല്ല, ഞാൻ വേറെ ഗെയിം ഏതോ മാറിയതാ. ഇനി ഡ്രൗണുകൾ അങ്ങനെയാണോ? അവൻ തന്നു, അവനും തന്നു ഫുൾ ടൂറബിലിറ്റി. എനിക്കൊന്നുകൂടെ ഡ്രൗണുകൾ അങ്ങനെയാണോ? ഓ ഐ സി. അപ്പം ഡ്രൗണിനെ കൊന്നാൽ നമുക്ക് അവൻ്റെ കയ്യിലിരിക്കണ ഫുൾ സെറ്റ്. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു സോംബീനെ നമ്മൾ ഡ്രൗൺ ആക്കിയിട്ട് കൊല്ലുകയാണെങ്കിൽ അവരിട്ടേക്കണ ആർമർ ഫുൾ ഡ്യൂറബിലിറ്റി തരുമെന്ന്. ഓക്കെ, ഞാൻ ഞെട്ടിപ്പോയി, ഇത് മൈൻക്രാഫ്റ്റ് തന്നെയാണോ എന്ന് ഓർത്തു. ഓക്കെ, ഇവിടെ പുതിയ ട്രേഡർ വന്നു. ഇവൻ എന്നാ തരുന്നത്? ഇവന് നെയിം ടാഗാ. ഇതിനകത്ത് കിടക്കണവൻ ഡീസ്പോണായി പോയി. ഇനി അവനാണോ ഇവൻ? ഈ ഗെയിമിന് എന്ത് പറ്റി? ഷടാ, അപ്പം ട്രൈഡ് ചെയ്താലും അവന്മാർ ഡീസ്പോണായി പോയല്ലേ? ഓക്കെ, എൻ്റെ അടുത്ത് ഞാൻ പെന്നാ കൊടുക്കും. ഒന്നെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ബേക്കഡ് പൊട്ടാറ്റോ കൊടുക്കണം. ചേട്ടാ, ഈ വാൻഡ്രേഡന്മാർ ഇങ്ങനെയാണോ? ഞാൻ നെറ്റിക്കൊണ്ടിരിക്കുക മൈൻക്രാഫ്റ്റ് ഈ വേൾഡ്. ഈ ഷാഡോ മൊണാർക്ക് എന്ന് എഴുതിയോണ്ട് ഷാഡോ മൊണാർക്കിന് വേണ്ടി പ്രത്യേക സീഡാണോ? അതായത് ഇതുവരെ നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നത്. ഇവനെ ഇപ്പം ഇവന്മാര് ഇത് കണക്റ്റഡ് ആണെങ്കിൽ ഇവന്മാര് ഡീസ്പോണായി പോയില്ലല്ലോ. അപ്പം നീ അവിടെ ഇരുന്നോടാ. ഓക്കെ, അപ്പം ഇപ്പോഴും എനിക്ക് ഗെയിമിൻ്റെ ഫിസിക്സ് ഒക്കെ വളരെ സെറ്റായിട്ട് വരുന്നു. ഈ ഗെയിം എനിക്ക് നല്ലപോലെ ചേർന്നുകൊണ്ട്, സീഡിൻ്റെ ആണോ എന്താണോ, എന്തായാലും ഈ ഗെയിം നല്ലപോലെ എനിക്ക് ചേർന്നുകൊണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണാം. ഇവന്മാരെ നമുക്ക് ട്രാപ്പ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇവൻ ലീഷും പൊട്ടിച്ചോണ്ട് അടക്കുകയുള്ളൂ. അവിടെ വെക്കണേ ഇവനെ ഇതിനെയും കൂടി ഇടാൻ പറ്റുമോ? ഒരു ബ്ലോക്കിലോട്ട് കയറും ഇത്? ഇല്ല. ഓക്കെ, നിങ്ങൾ രണ്ടും അവിടെ ഇനി ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഞാൻ വീട് പണിയാന്ന് പറഞ്ഞിട്ട് കാണിക്കണോ? അപ്പം വേറെ ആയിരിക്കണം.
ഇനി ശരിക്കും ഞാൻ ഇത് പണിത് കഴിഞ്ഞിട്ട് കാണാം. വീടിൻ്റെ അകത്തൊക്കെ ഞാൻ ലൈറ്റ് ചെയ്തിടലായിരുന്നോ? വീടിൻ്റെ അകത്തൊക്കെ സ്പോണാവുണ്ടല്ലോ. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ മറന്നേ. അപ്പോൾ നമ്മുടെ യഥാർത്ഥ വീടിൻ്റെ ആദ്യത്തെ നില ഒരുവിധം സെറ്റായി. ഇനി നമുക്ക് രണ്ടാമത്തെ വീടുണ്ടാക്കണം, നിലയുണ്ടാക്കണം. എൻ്റെ വീടിൻ്റെ അടിഭാഗം ചെറുതായിട്ട് രക്തി ഫാമായി മാറുന്നു എന്ന് തോന്നുന്നു. നോക്ക് നോക്ക്, ഇതുപോലെ ഒരുത്തം വന്നാണ് ഇത് പൊട്ടിച്ചിട്ടേക്കണേ. കണ്ടോ കണ്ടോ? ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? അടുത്തത് എനിക്കിവിടെ മോപ്സ് സ്പോൺ ആവണമെന്ന് കാണണം. അടുത്ത പണി കിട്ടി, ഇത് ഫുള്ള് പൊട്ടി. നമ്മുടെ ഡിഗ്രീസ് സേഫാ, അത്ര എനിക്ക് മതി. അയ്യോ, അതെടുത്തത് ഇപ്പം ചാവും ഞാൻ. പറ്റില്ല, പക്ഷെ ഇപ്പം ചാവും. എൻ്റെ ഐറ്റംസ് ഒന്നും ഡീസ്പോൺ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇല്ല, പക്ഷെ ഇതെന്താ ഇത്? അപ്പോൾ അവൻ്റെ ഡാമേജ് ഉണ്ടാ. നമ്മളെല്ലാം സോർട്ട് ചെയ്തു. ഇനി ക്രീപ്പറിൻ്റെ കുഴിയെ നിറച്ചിട്ട് വരാം. ഓക്കെ, ഇനിയുണ്ടോ അത്? അയ്യോ, ഇഗ്രീസിനൊന്നും പറ്റിയില്ലല്ലോ. ക്രീപ്പർ അങ്ങാണ്ട് പൊട്ടിത്തെറിച്ചിട്ട് ഇഗ്രീസ് അങ്ങോട്ട് തെറിച്ചു പോയി. ഇഗ്രീസിനപ്പോൾ വീടിൻ്റെ പുറത്ത് നിർത്താൻ പാടില്ല രാത്രിയിൽ. ഞാൻ ഇപ്പം എന്തോ പറയാൻ വന്നാ മറന്നും പോയി. വീടിൻ്റെ അകം ഓക്കെ അല്ലേ? ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക് എന്നാ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ സ്റ്റോറേജും എന്തെങ്കിലും 2 ഫാമും കൂടെ നോക്കണുള്ളൂ. വേറെ ഞാൻ ഒന്നും നോക്കല്ല. നമുക്ക് സമയം പോലെ ചെയ്യാം. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒക്കെ. പിന്നെ നമ്മുടെ കയ്യിൽ കോപ്പറും തീർന്നു വന്നു. ഞാൻ അതാണ്ട് 4 റോ കോപ്പർ ഉണ്ട്, വേറെ ഒരു തേങ്ങയില്ല എൻ്റെ കയ്യിൽ. അയ്യോ, അപ്പം വീട് പണി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വീട്. ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഒരു 70 to 75% കഴിഞ്ഞു എന്നേ പറയാൻ പറ്റൂ. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാണ്ട്, പിന്നെ ചിന്ന ബിൽഡൊക്കെ ഉണ്ട്. അത് വീടിൻ്റെ മാത്രമായിട്ട്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഒരു 40% ഇനിയും കിടക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇങ്ങോട്ടേക്ക് ഒരു മതിലൊക്കെ കെട്ടി കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കാണ്ട്. അതൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഡേയ്സ് എന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ 4ാമത്തെ 5ാമത്തെ ദിവസമാണ് വീടുണ്ടാക്കാൻ തുടങ്ങിയത്. 26 27 ദിവസമായി, 26 ദിവസമായി. എൻ്റെ 20 മിനിറ്റ് എങ്ങനെ പോയാൽ നോക്കിയാലും 200 മിനിറ്റ് എൻ്റെ 20 ദിവസം.
എന്തോ ബഗ് അടിച്ചിട്ട് എൻ്റെ സ്റ്റാറ്റ്സ് ഒന്നും സേവ് ആണില്ല. എനിക്ക് അച്ചീവ്മെൻറ്റ്സ് അടിക്കാൻ പറ്റില്ല. എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ സ്റ്റാറ്റ്സ് എങ്ങനെയായിരുന്നു നോക്കണം ഇതിനകത്ത്. അപ്പം ബാക്കി ഫുൾ പണി ചേർത്തിട്ട് ഇനി കാണാം. ഓക്കെ, ഒരുവിധം പണി ചേർത്തിട്ടുണ്ട് നമ്മൾ. ഇതാണ് ഷെയ്ഡ് ഇട്ട് നോക്കിയാലോ. ഷെയ്ഡ് ഇട്ട് നോക്കാം. വൈബ്രൻറ്റ് വിഷ്വൽസ് ഓൺ, പെർഫോമൻസ് മോഡ്. ചെറിയൊരു ഡിലേ ഉണ്ടാവും കാരണം അത് ലോഡാവണം. ഓക്കെ, ഈ ഫോഗ് ഒന്ന് കുറച്ചിടണം. ഫോഗ് എനിക്കിഷ്ടമില്ല. പെർഫോമൻസിലിട്ടിട്ട് ഫോഗ് കുറച്ചിടണം. ഇപ്പോഴും ഫോഗ് ഉണ്ട്. ഈ ഫോഗ് പോകത്തില്ലേ? ഫോഗ് ഓഫല്ലേ? അതേലോ. ദൈവമേ, വൈബ്രൻറ്റ് വിഷ്വൽസ് ഇത്ര പൊട്ടയായിരുന്നോ? അയ്യേ, ഇതിൽ നല്ല മറ്റേതായിരുന്നു. വൈബ്രൻറ്റ് വിഷ്വൽസിന് ഇതെന്ത് പറ്റി? അയ്യേ, ഇതന്നെ മൊത്തം ഫോഗ് കണ്ടോ? ഇത്രയും ഭാഗത്ത് ഫോഗില്ല, ഇവിടെ ഒന്നും ഫോഗില്ല. അയ്യേ, എൻ്റെ ഫോണ് തേപ്പൂട്ടി കണക്കാവും. അതൊന്നെ ഓഫ് ചെയ്തേക്കാം. മോജാങ് വൈബ്രൻറ്റ് വിഷ്വൽസ് നല്ലതുപോലെ ഒപ്റ്റിമൈസ് ചെയ്ത് നന്നാക്കാനുള്ള. കണ്ട, കുറച്ചുകൂടെ നല്ല ഷെയ്ഡ് ഇടാത്ത. അടിഭാഗത്താ പിന്നെയും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ ധൃതി പിടിക്കണ്ട. ഞാനിപ്പോൾ ഈ വീടുണ്ടാക്കാൻ നോക്കിയിട്ട് വഴിയാധാരത്തായി. അതിൽ ഫുഡും ഇല്ല, ഒന്നുമില്ല. ഞാൻ പോയി ഇച്ചിരി ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാം. ഇഗ്രീസ് എന്ത് ചെയ്യേ? ഇഗ്രീസ് ആണെങ്കിൽ ഇത് കഴിഞ്ഞ 10-30 ദിവസമായിട്ട് ഒറ്റ ഇരിപ്പിരിക്കുക അവിടെ. ഇവിടെ ഉള്ളവന്മാർ ഡിസ്പോണും ആയിപ്പോയി. റോട്ടൺ ഫ്ലഷ് എൻ്റെ കയ്യിലുള്ളൂ, അതെനിക്ക് കഴിക്കണ്ട. ഇഗ്രീസിനെ ഇഷ്ടമാണ്. ഇഗ്രീസ് കഴിച്ചോ. പിന്നെ ഒരു ആൻവീൽ ഉണ്ടാക്കിയിട്ട് നെയിം ടാഗ് വെച്ച് ഇഗ്രീസിന് നമുക്ക് പേരിടണം. അപ്പോൾ ഞാൻ ഇഗ്രീസും പോയി കുറച്ച് ഫുഡ് ഹണ്ട് ചെയ്തിട്ട് വരാം. ഇവിടെ നമ്മൾ ഈ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് ഇത്തിരി പ്ലെയിനാണ്. ഇഗ്രീസിന് ഒരു സ്ഥലം ഉണ്ടാക്കിയാലോ? ഇഗ്രീസിന് സ്വന്തമായിട്ട്. അത് നല്ല ഐഡിയ. അത് മുകളിലുണ്ടാക്കണം, ഇവിടെ ഉണ്ടാക്കണം. എനിക്ക് ഇപ്പം എന്തായാലും ഉണ്ടാക്കാനുള്ള, പിന്നെ ഉണ്ടാക്കാം. പിന്നെ ആലോചിക്കാം. ഓക്കെ, നമ്മൾ പണി കഴിഞ്ഞ് പുറത്ത് വലിയ ഡെക്കറേഷൻ ഉണ്ടാക്കും. ഉള്ളിലെന്താ എന്തെന്നും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി ചെന്നാൽ അകത്തൊരു തേങ്ങയില്ല. അകത്ത് ഇപ്പോഴും കൊള്ളാം. അകത്ത് നമുക്ക് ചെയ്യാം. ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ ഞാൻ കുറച്ചൊക്കെ ചെയ്തു. ഞാൻ ആലോചിക്കണം. ഇപ്പുറത്ത് നമ്മുടെ സ്റ്റോറേജും പിന്നെ ഇപ്പറെ 2 ഫാമാണ്. ആ 2 ഫാമെന്ന് വെച്ചാൽ ഒന്ന് പംകിൻ, ഒന്ന് ഷുഗർ. പംകിൻ എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട്
പമ്പിങ്, ഇങ്ങോട്ട് ഷുഗർ കെയിൻ. അപ്പോൾ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഇവിടെ ചുറ്റും സ്റ്റെയർ വെച്ച് നമുക്ക് കുറച്ചുകൂടെ ക്രൗഡി ആക്കണം. അപ്പോൾ അതാക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെക്കറേഷൻ്റെ കുറച്ച് സെറ്റ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് സ്റ്റോറേജ്, അവിടെ ഫാം. ആദ്യം ഞാൻ ഫാം സെറ്റ് ചെയ്യാം. ഒരേ ഒരു പ്രശ്നമുള്ളൂ, നമുക്ക് ആ ഗ്രാസുള്ള ഇത് കിട്ടിയായിരുന്നു കൊള്ളായിരുന്നു. ഗ്രാസ് ഇങ്ങനത്തെ നോർമൽ ഗ്രാസ് അല്ലാണ്ട് ഗ്രാസിൻ്റെ ഡേർട്ടുള്ളൂ, അത് കിട്ടിയാൽ കൊള്ളായിരുന്നു ഷുഗർ കെയിൻ ഫാം ചെയ്യുമ്പോൾ. നമുക്ക് ഭാവിയിൽ സിൽക്ക് ടച്ചൊക്കെ ഫാം ചെയ്യുമ്പോൾ സെറ്റാക്കാം. അവിടെ ഇത്തിരി ഷുഗർ കെയിൻ നിൽപ്പുണ്ട്, നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അത് 27 കിട്ടിയിട്ടുണ്ട്. കയ്യിൽ വാട്ടർ ബക്കറ്റ് ഇല്ലേ? അപ്പം എന്താ വഴി? പിസ്റ്റൺ വെച്ച് ചെയ്യാം, പക്ഷെ നമ്മുടെ കയ്യിൽ പിസ്റ്റണൊന്നും ആയിട്ടില്ല. ഉണ്ട് വഴിയുണ്ട്. ഇവിടുത്തെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസിലോട്ട് കണക്ട് ചെയ്യാം. ഞാൻ നോക്കിയിട്ട് അതേ കാണുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്തിട്ട് ഇതാ ഓടിയത്. ഓക്കെ, നമ്മളതും സെറ്റ് ചെയ്തു. നമുക്ക് കുറച്ച് ഗ്യാസ് ബ്ലോക്ക് എടുക്കണം. ഗ്യാസ് ബ്ലോക്ക് ഞാൻ എന്തൊക്കെയാണ് പറയാൻ, കുറച്ച് ഡർട്ട് എടുക്കണം. ഡർട്ട് കൊണ്ട് ഓക്കെ. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ അപ്പുറം ഇരിക്കുന്ന ഗ്രാസ് ബ്ലോക്കാണ്. ഇത് ഇങ്ങോട്ടേക്ക് വെക്കുമ്പോൾ ഇത് ആ ഗ്രാസ് ബ്ലോക്ക് ഈ ഡർട്ടിലോട്ട് സ്പ്രെഡാവും. കാരണം ഈ ലീഫ് ഇതിനൊരു പ്രശ്നമായിരിക്കില്ല, കാരണം ലീഫിൽ ഫുൾ ബ്ലോക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ വെക്കുമ്പോൾ സ്പ്രെഡ് ആവാനുള്ളതാണ്. അപ്പോൾ ലൈറ്റ് ലെവൽ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡാവും. മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഇട്ട് വുഡൻ സ്ലാബ് വെക്കണം. ഇവിടെ ഗ്രാസ് സ്പ്രെഡാവും. കാൽക്കുലേഷൻ തെറ്റിയിട്ടില്ല. ഓക്കെ, ഇതിൽ കൂടെ ഫുള്ള് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഷുഗർ കെയിൻ, അപ്പുറത്തോട്ട് പമ്പിൻ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഇതിലിപ്പോൾ പമ്പിൻ എത്തിയിട്ടില്ല. പിന്നെ വീറ്റൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. വീറ്റ് നമുക്ക് അതിനത്ര മാത്രം ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ആവശ്യം ക്യാരറ്റാണ്. അത് എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ പൊളിച്ചിട്ട് ക്യാരറ്റ് വയ്ക്കും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വെക്കാം. പിന്നെ ഇത് പ്ലേസ് ചെയ്യണ സൗണ്ട് കേൾക്കണ്ടല്ലോ. വെള്ളത്തിൽ കിടച്ചാൽ കേൾക്കില്ലായിരിക്കും. വെള്ളത്തിൽ കിടച്ചാൽ കേൾക്കില്ല. വെറുതെ ഞാൻ പേടിക്കുകയാണ് ചെറിയ കാര്യത്തിനൊക്കെ. ഇവിടെ ഒന്നും നമുക്ക് ഗ്രാസ് സ്പ്രെഡ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്കിവിടെ ഹോച്ച് കർവ് ചെയ്യാനുള്ള. ഓക്കെ, ഫുൾ അങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പമ്പിൻ ഒപ്പിക്കാൻ മറ്റേ ഇവന്മാരുടെ ഇരുന്ന് നമുക്ക് കിട്ടുള്ളൂ. ലാം വാങ്ങൊരു പേരുടെ ഇന്ന് തന്നെ. അതും
അവന്മാര് തന്നാ മാത്രം. ഇവൻ എന്നാ തന്നെ കണ്ട, ഇവൻ തരത്തില്ല. അത് ബ്ലൂ ഐസ് അവൻ തരത്തില്ല. ഇവനെ തല്ലിക്കൊന്നില്ലെങ്കിൽ ഇവന്മാരെ കൊല്ലേ. ഇഗ്രീസിനെ കൊണ്ട് തന്നെ അവന്മാരെ കൊല്ലിക്കും. ആടാ മോനെ ഇഗ്രീസ്, നിനക്ക് വേണ്ടി രണ്ടുപേരും അവിടെ വെയിറ്റിംഗില്ല. എന്തിയവന്മാര് എന്നെ പേടിച്ച അവന്മാര് ജില്ല വിട്ട്. ഓ ഇഗ്രീസിന്റെ കിരുപ്പാവറേ. എന്തായാലും ഇഗ്രീസിനെ വിളിച്ചോണ്ട് മനസ്സിലാക്കുന്നില്ല. നമുക്ക് കുറച്ച് ഫുഡ് ഇഗ്രീസ് ഒപ്പിച്ചു തന്നു. നല്ല കൂട്ടൻ. എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഞാനവിടെ ഫാമല്ലേ ഉണ്ടാക്കാൻ വന്നേ. ഇതിക്കട മൊത്തം എനിക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കാൻ നല്ല കിലോ. അതിനേക്കാൾ നല്ലതൊരു ബോണിയിലായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ആവശ്യമുള്ളപ്പോൾ ഇത് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് തന്നെ ആയിക്കോളും. ഒരു ബാറിന് നമുക്ക് സെറ്റ് ചെയ്യും. കാണുമ്പോൾ ഒത്തിരി വീടായൊന്നും തോന്നുന്നില്ല. പക്ഷെ എൻ്റെ 10-16 സ്റ്റാക്കാണ്. 16 അതിൽ കൂടുതലാണ് സ്റ്റാക്ക് വുഡ് അറ്റടിക്ക് പോയി. ഓക്കെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് വെക്കണം. 1 2 3 4 5 6 7 8 9 10 11 സ്ലോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 11 വരെ മിക്ക ഐറ്റംസ് വയ്ക്കാം. അതും കഴിഞ്ഞ് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. നിങ്ങളൊരു ലൈക്ക് സംഭവം എനിക്ക് ചെയ്യാമെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല. എനിക്ക് ജസ്റ്റ് എന്തെങ്കിലും ഐഡിയാസ് ഒന്നും ഇവിടെ ഇപ്പോഴും ചെറുതായിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുക. നമുക്കൊരു കിണർ പണിതാലോ ഇവിടെ. എന്താ ബുദ്ധിയേ. എനിക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. എവിടെ നിന്നൊക്കെയാണ് ഐഡിയാസ് തന്നെ. ബ്ലോക്ക് ഓക്കെ. ഇനി നമുക്ക് ചുറ്റും വിവിധ തരം ബ്ലോക്ക് കൊണ്ട് നമുക്കത് കവർ ചെയ്യണം. ഞാൻ കവർ ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും സ്റ്റോൺ ബ്രിക്സ് കാണാം. ബ്രിക്സ് വെച്ചാൽ നമുക്ക്
ഇവിടെ ഒരു ബ്ലോക്കും കൂടി ഹൈറ്റ് വയ്ക്കും. നമ്മളിവിടെ കുറച്ചോളം പരിപാടികളുണ്ട്. ഇവിടെ വെള്ളം മറച്ചു, മുര ഫാം നമ്മളിവിടെ ഒരു ബാരൽ വെച്ചു. പിന്നെ ഇവിടെ സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ബാക്കി ഇങ്ങനെ ചെയ്യാനുള്ള ഇവിടേക്കും അവിടേക്കും നമുക്ക് പന്നീനെയും പശുവിനെയും കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കുറച്ച് പന്നീനെയും പശുവിനെയും പിടിച്ചിട്ട് വരാം. ഇപ്പോൾ വരാം. ഞാനിവിടെ നിന്ന് ഇത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ നോക്കണത് നോക്കി. ആദ്യമൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. താഴെ നോക്കിയപ്പോൾ പംകിൻ സീഡ് കിട്ടി. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു വാട്ടർ ബക്കറ്റ് വരും, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ആവശ്യമുണ്ട്. ഇപ്പം എനിക്ക് അറിയില്ല, ഭാവിയിൽ അത്യാവശ്യം നല്ല ആവശ്യമുണ്ട്. അപ്പോൾ പോയില്ലേ കിട്ടിയ പങ്കി ഇവിടെ ഇത് ബോൺമേൽ ചെയ്യാൻ പറ്റില്ല. നല്ല നല്ല ഞാൻ മുകളിൽ 2 ഇത് ഇട്ടിട്ടുണ്ട്. പച്ചാണ് ഇതാക്കിയെടുക്കണം. അപ്പോൾ വീട്ടിങ് പോരട്ടെ. ഞാനവിടെ കിട്ടിയിട്ടല്ലേ ഓക്കെ. അപ്പം നമ്മൾ ഡൗൺ ടൈം ഉണ്ടാവും. ഒന്ന് ബ്രീഡായി കഴിഞ്ഞു. നമുക്ക് വരാൻ പറ്റില്ല. ആളുകളുടെ സമയത്ത് അവിടെ ഓരോരുത്തരെ കൊല്ലാം. ഉറപ്പൊന്നുമില്ല. നമുക്ക് അവിടുത്തെ ചീപ്പിനെയും കൂടി നിർത്തിയേക്കാം. അതൊന്ന് മിൽക്കും കിട്ടും, മൂളും കിട്ടും. ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര തന്നെ പോരെ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര തന്നെ. അല്ല, ഇത്ര തന്നെയില്ല. നമുക്ക് ഈ സ്ഥലത്തിന് പേരും കൂടി ഇടണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വുഡ് എടുത്തിട്ട് തരാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ പേരിടാം. എൻ്റെ കയ്യിൽ ഇപ്പം അങ്ങനെ പേരൊന്നുമില്ല. ഇൻറ്റീരിയറിലൊക്കെ ഭംഗി, പിന്നെ ഇവിടെ ഐറ്റംസൊക്കെ സോർട്ട് ചെയ്യണമൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. പംകിൻ ടെക്നോളജി, പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള നമുക്ക് പെട്ടെന്ന് ആക്കണം. പിന്നെ ഇവിടെ എൻചാൻറ്റിങ് ടേബിൾ നമുക്ക് മറ്റേ ഈ സാധനം കിട്ടിയില്ല, ഒരു വയലറ്റ് കളർ ബ്ലോക്ക്. അതിനൊരു മണി, അതിൽ തൊടുമ്പോൾ മണി വെച്ചിട്ടുള്ള സാധനം ഇതൊന്നും കിട്ടിയില്ല. അവിടെ നിന്ന് സ്പൈക്ക് പോലെ ഇരിക്കുന്ന ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന സാധനം നമുക്ക് ഡെക്കറേഷൻ യൂസ് ആവും, പ്രത്യേകിച്ച് എൻചാൻറ്റിങ് ടേബിളിന്. അത് ഞാൻ ചിലപ്പോൾ ഓഫ് ക്യാമറ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഡേയ്സ് ഉണ്ടോ? ഞാൻ 4ാമത്തെ ദിവസം തുടങ്ങിയതാണ്. 42 ദിവസമായി. എങ്ങനെ ആയാലും ഒരു 30-35 ദിവസം ഞാൻ അവിടെ പണിയെടുക്കും. അതൊക്കെ ആയാലും അതിൻ്റെ റിസൾട്ട് ശരി. ഇത്ര തന്നെ വീഡിയോ.